എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാവിത്രി സുരേഷ്. ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കീഷ്, ചിക്കൻ ആൻഡ് ബ്രൊക്കോളി കീഷ്. ഇന്നൊരു പ്രത്യേകത ഉള്ള ദിവസമാണ്. ഞങ്ങളുടെ ഗ്രാൻഡ് സണ്ണിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അവരിവിടെ ഇല്ല, എന്നാലും ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യൻ മെഡോവിക് ഹണി കേക്ക്. ഇന്ന് കീഷാണ് വീഡിയോ കാണിക്കുന്നത്. ഇതൊരു ഫ്രഞ്ച് ഡിഷാണ്. കുറച്ച് റിച്ച് ആയിട്ടുള്ള ഡിഷാണിത്. ഇത് എങ്ങനെ ഒന്ന് മുറിച്ച് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. കീഷ് ഉണ്ടാക്കാൻ വേണ്ടി 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ചെഡാർ ചീസ്, ബ്രൊക്കോളി, ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ്, സവാള, ഒരു ചെറിയ സവാള, വെളുത്തുള്ളി അരിഞ്ഞത്, കുരുമുളക് ചതച്ചത്, പാല്, ക്രീം, എഗ്ഗ്, ഉപ്പ്, ബേസിൽ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്, അളവെല്ലാം. ആദ്യം മൈദ ഒന്ന് കുഴച്ചെടുക്കുക ക്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അതിലേക്ക് തണുത്ത ബട്ടർ മുറിച്ച് ചേർക്കാം. കുറച്ച് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ആദ്യം ഒന്ന് ക്രംസ് പോലെ ആക്കാത്. ഇതിലേക്ക് തണുത്ത പാല് വേണമെന്നില്ല, തണുത്ത വെള്ളമായാലും മതി. ഞാനിപ്പോൾ പാലാണ് ഇടുന്നത്. ഇതൊന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം പൊതിഞ്ഞിട്ട്. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ച ബട്ടർ. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടുന്നുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ. ബ്രൊക്കോളി ഞാനൊരു 10 സെക്കൻഡ് തിളച്ച വെള്ളത്തിലിട്ട് എടുത്തതാണ്.
അധികം വേവിക്കരുത്, ബ്രൊക്കോളി അധികം വെന്താ നല്ലതല്ല. അതും ഇതിലേക്ക് ഇടാം. പെപ്പർ, ചതച്ച പെപ്പർ. ഇനി ഇത് ഓഫ് ചെയ്യാം. കുറച്ച് ബേസിലിടുന്നുണ്ട്, ഇത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഇത് ക്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനുള്ളതാണ്. കുറച്ച് മൈദ തൂവി ഇത് പരത്തിയെടുക്കാം. ഇത് ബട്ടർ വരട്ടി വെച്ച പൈ ഡിഷാണ്, അതിലേക്ക് ഇടാത്. ഇതൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം, ഈ ബബിള് വരാണ്ടിരിക്കാൻ. ഇനി അതിൻ്റെ ഉള്ളിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കുറച്ച് അരി ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും ഇട്ടാൽ മതി, പയറാ കടല എന്തെങ്കിലും, ആ ഷേപ്പ് അതേപോലെ കിട്ടാനായിട്ട്. ഇനി 180 ഡിഗ്രിയിൽ ചൂടാക്കിയ ഓവനിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇതൊരു 15 മിനിറ്റായി, നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 10-15 മിനിറ്റും കൂടി വെക്കാം. 10 മിനിറ്റ് വെച്ച് നോക്കാം. ഇതൊരു 12 മിനിറ്റിൽ ഇങ്ങനെയായി. അപ്പം നോക്കിയാൽ മതി, കളർ ഇങ്ങനത്തെ കളർ വരുമ്പോൾ എടുക്കാം. ഓരോരുത്തരുടെ ഓവൻ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് എല്ലാം ഇട്ട് കൊടുക്കാം. ചെഡാർ ചീസ്, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മുട്ടയും പാലും ക്രീമെല്ലാം അടിച്ചിട്ട് വയ്ക്കാം. ചെറിയ മുട്ട ആയതുകൊണ്ട് 4 എടുക്കുന്നുണ്ട്. മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചിടുക, നേരിട്ട് അതിലിടണ്ട. വല്ല കേടുള്ള മുട്ടയാണെങ്കിൽ എല്ലാം പോവും. ഇതിലേക്ക് കുറച്ച് പാല്,
ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് പ്രത്യേകിച്ച് ഇട്ടില്ല. ചെഡർ ചീസിന് ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് വേറെ ഇട്ടിട്ടില്ല. ഇനി ഒരു 45 മിനിറ്റ്സ് നമുക്ക് 180 ഡിഗ്രി ചൂടായ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം. ചിക്കൻ ആൻഡ് ബ്രൊക്കോളി കീഷ് റെഡിയായി. 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് എടുത്ത് ഓരോരുത്തരുടെ ഇതിൻ്റെ ഓവൻ്റെ ചൂടനുസരിച്ച് ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം വരും. ഈ ഗോൾഡൻ കളറാവുമ്പോൾ എടുക്കുക. ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ളതാണ്, എന്നാലും പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്.